എന്താണ് നടക്കുന്നത്? ചേട്ടാ, എന്റെ വീട്ടിൽ നിന്ന് മേടിച്ച പുതിയ വാഷിംഗ് മെഷീൻ ഇല്ലേ, ഇവര് നശിപ്പിച്ചു കളഞ്ഞി. നശിപ്പിച്ച? ഞാൻ അലക്കാൻ ചെന്നപ്പോഴേ അത് വർക്ക് ചെയ്യണില്ലെന്ന്. ഇവരെന്തോ ചെയ്ത് നമ്മള് വെള്ളം കൂടുതൽ ഉപയോഗിക്കണമെന്നല്ലേ ഇവര് പറയണത്. അത് തന്നെ മനഃപൂർവ്വം ചെയ്താണ്. ചേട്ടനോട് ഞാൻ അന്ന് പറയണേ ഇവരെ എന്നോട് പോരെടുക്കണെന്ന്. അപ്പൊ ഒന്നും വിശ്വാസമായിരുന്നില്ല. ഇപ്പൊ കണ്ടില്ലേ, ഇവിടെ അമ്മായിയമ്മയില്ലല്ല, അതാണ് അമ്മായിയമ്മ സ്വയമായിട്ട് എടുത്ത് നേരിട്ടിട്ട് എന്നോട് പോരെടുക്കണേന്ന് അവര്. ഇവര് കുറെ നാളായി എന്റെ അടുത്ത് നിങ്ങൾ ഇങ്ങനെ അമ്മായിമ്മ പോലും കാര്യമൊക്കെ പറയണത്. അതൊന്നും ഇവിടെ നടക്കൂല, കേട്ടില്ല? വേഗം അവരുടെ വാഷിംഗ് മെഷീൻ അങ്ങനെ നന്നാക്കി കൊടുത്താൽ മതി, വേറെ വർത്താനൊന്നും പറയാനില്ല. എടാ ദൈവം, ഞാൻ വാഷിംഗ് മെഷീനിലൊന്നും ചെയ്തിട്ടില്ലടാ. ഇനി വേറെ കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട. ഒന്നെങ്കിൽ വാഷിംഗ് മെഷീൻ നന്നാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് വേറെ പുതിയ വാഷിംഗ് മെഷീൻ മേടിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. ഞാൻ ആരോടാണ് കൈ കൊണ്ട് സംസാരിക്കുന്നത്? ഇതിന്റെ ആരാണ്? ഇത് ചേട്ടത്തിയാണ്. ചേട്ടത്തിനോടാണ് കൈ കൊണ്ട് സംസാരിക്കണത്. അതെ, ഞാൻ വെറുതെ ഒന്നല്ല കൈ കൊണ്ട് സംസാരിച്ചത്. നിങ്ങളുടെ ഭാര്യയില്ലേ, എന്റെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വാഷിംഗ് മെഷീന് മനഃപൂർവ്വം കേടാക്കി. ഒന്നില്ലെങ്കിൽ അത് നന്നാക്കി കൊടുത്തു, അതല്ലെങ്കിൽ പുതിയത് മേടിച്ചു കൊടുത്തു, കേട്ടാ? ചേട്ടാ, നിനക്ക് തോന്നണണ്ട നിന്റെ ചേട്ടത്തി മനഃപൂർവ്വം അങ്ങനെ കംപ്ലൈന്റ് ആക്കുന്നു? ഇതാരാണ് നിന്റെ? നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? അതൊരു മെഷീനല്ലേ, അത് കംപ്ലൈന്റ് ആക്കി നമുക്ക് ശരിയാക്കിയാ പോരെ. നീ ദേഷ്യപ്പെടുന്നതിനാണ്. അത് മാത്രമല്ല, നീ എന്താണ് പറഞ്ഞത് നിന്റെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് തുടങ്ങുക? ഇവിടെ ഇത്ര നാളെ നേരുന്ന എന്റെ നിന്റെ എന്നുള്ള നേരിടൊക്കെ ആയാ നിനക്ക്? അങ്ങനെ നീ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം ചെയ്യണാരാണ്? എല്ലാ ചെലവും എല്ലാ കാര്യങ്ങളും നോക്കാനാണ് ഞാനല്ലേ? ഞാൻ ഇതുവരെ എന്റെ കണക്കാ അല്ലെങ്കിൽ എന്റെ നിന്റെ നേരിട്ട് കാണിച്ചിട്ടുണ്ടോ എന്റെ അടുത്ത്? നീ തന്നെ ഇങ്ങനെ സംസാരിക്കണത്? അതെ, ചേട്ടയുടെ പൈസ ചെലവാക്കേണ്ട കണക്കൊന്നും അധികം പറയാൻ നിൽക്കണ്ട. കാരണം അച്ഛൻ ഈ വീട് ഇളയ മോൻ, അതായത് എന്റെ പേരിലാണ് എഴുതി വെച്ചാണ്. പിന്നെ ഇവിടെ താമസിച്ചതിന്റെ ഒരു വാടകയിട്ട് ചേട്ടൻ ചെലവാക്കിയ പണം അങ്ങോട്ട് കൂട്ടിയാൽ മതി, കേട്ടല്ല? ഒരു കാര്യം കൂടി ഞാനോട് പറഞ്ഞേക്കാം. മര്യാദക്കാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് കൂടെ നിൽക്കാം. അതല്ല അച്ഛനും അമ്മയും കളിക്കാനാണ് ഭാവമെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടെ നിങ്ങൾ ഇറങ്ങിക്കോ. കാര്യം ഞാൻ പറഞ്ഞ മനസ്സിലായല്ല? ബാഡി എന്താ ചേട്ടാ, അനിയന്റെ വാക്കിട്ട് ഞെട്ടിപ്പോയാ? സ്വന്തം മോനെ പോലെ കണ്ടതല്ലേ. ഞാൻ ചേട്ടനോട് എപ്പോഴും പറയൂലായിരുന്ന നമുക്ക് സ്വന്തമായിട്ട് ഒരു വീട് വേണമെന്ന്, നമുക്ക് ആ വീട്ടിലേക്ക് മാറാന്ന്. അപ്പൊ അനിയനെ സ്വന്തം മോനെ പോലെ കണ്ട് അവന് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്ത്. ഇപ്പൊ അവസാനം എന്തായി? അവൻ തന്നെ നമ്മളോട് ഇവിടുന്ന് പോവാൻ പറഞ്ഞില്ലേ. ഇനി നമ്മൾ എവിടെ പോകും? പോകാനായിട്ട് നമുക്ക് വല്ല ഇടവുണ്ടാവും. ഇത്രയും നാളും സ്വന്തം അനിയന് വേണ്ടി ജീവിച്ച്, ആ അനിയനാണെങ്കിലാ ചേട്ടൻ ഒരു കറിവേപ്പില പോലെ എടുത്തെറിഞ്ഞ്. അന്നേ ഞാൻ എപ്പോഴും പറയൂലായിരുന്ന നമുക്കായിട്ട് എന്തെങ്കിലും കരുതി വെക്കണമെന്ന്. ഇത് ഒന്നും കരുതി വെച്ചില്ല. ഇപ്പേ കാലമൊക്കെ മാറിയേട്ടാ. ഇപ്പൊ രക്തബന്ധത്തിനേക്കാളും വിലേ പണത്തിനാണ്. ചേട്ടൻ അതോടത്ത് വിഷമിക്കണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ ഇറങ്ങാം.